ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴിൽ കണ്ട പോലെ നമ്മൾ ബുക്ക് പൊതിയുന്ന എങ്ങനെയാണെന്ന് കാണിക്കുക. എല്ലാവർക്കും ബുക്ക് പൊതിയാനൊക്കെ അറിയാം, അതെനിക്കറിയാം. പിന്നെ നമ്മൾ പലരും പല രീതിയിലായിരിക്കുമല്ലോ ബുക്കുകൾ പൊതിയുന്നത്. അപ്പോൾ എൻ്റെ രീതിയിൽ ഉള്ള ബുക്ക് പൊതിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനീ പൊതിയുന്നത് ഒരുപാട് നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും ഇഞ്ഞു പോകത്തില്ല. എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ സ്റ്റാപ്ലർ അടിച്ചില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഒന്ന് ഇതായി കഴിഞ്ഞാൽ വേഗം ബുക്കുകൾ പൊതി പോകാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ബുക്ക് ഒരു ടെക്സ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ബുക്സ് അല്ല ടെക്സ്റ്റ് പൊതിയാന്ന് വിചാരിച്ചു. അതാകുമ്പം അത് ഇത്തിരി വലുതായിട്ട് നമുക്ക് കാണിക്കാമല്ലോ. അപ്പം നമ്മളൊരു ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് കൊടുക്കുന്ന പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ബുക്ക് പൊതിയാനായാലും ടെക്സ്റ്റ് പൊതിയാനായാലും ഇതുപോലുള്ള കുറേ ഷീറ്റ് അവർക്ക് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാടങ്ങ് ക്വാളിറ്റി ഉള്ള ഷീറ്റൊന്നുമല്ല, ഒരു പേപ്പർ, ഒരു നോട്ടീസ് കണക്കിരിക്കുന്ന ഒരു പേപ്പറാണ് കേട്ടോ. അത് വേഗം തന്നെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഇളകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും സ്കൂളിൽ നിന്ന് കൊടുത്തതല്ലേ, നമുക്കത് എങ്ങനെ പൊതിയുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ടെക്സ്റ്റ് എടുത്ത് വെച്ചു. പിന്നെ ഇതും ഒപ്പം പിടിച്ചിട്ടുണ്ട്. അധികം നമുക്ക് ഈ പേപ്പർ കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് പേപ്പർ അങ്ങനെ വേസ്റ്റായി പോകുമെന്ന് പേടിക്കണ്ട. പിന്നെ നെയിമും ഇതൊക്കെ എഴുതാനുള്ളതുകൊണ്ട് ഒരുപാടങ്ങ് നമുക്ക് സെൻറ്ററിൽ വെച്ച് പൊതിയാനും പറ്റത്തില്ല. അപ്പം ആ നെയിമൊക്കെ അവിടെ വരുന്ന രീതിയിൽ, ബുക്കിൻ്റെ താഴെ തന്നെ വരുന്ന രീതിയിൽ ഞാൻ ടെക്സ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ രണ്ട് സൈഡും ലെവൽ പിടിച്ച് ആ ബുക്കിൻ്റെ എൻഡ് വരുന്ന സ്ഥലം നന്നായിട്ട് അമർത്തി ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡും അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അമർത്തി കൊടുക്കുമ്പം തന്നെ നമുക്ക് അകത്തേക്ക് മടക്കി വെക്കാനുള്ള ഒരു ഇത് ശരിയാകും കേട്ടോ. അപ്പം കറക്റ്റായിട്ട് നമുക്ക് അത് മടങ്ങി അകത്തോട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനുള്ളൊരു ട്രിക്കാട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും ചെയ്യാറുള്ളതെന്ന്. ആണ്, അതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ബുക്ക് പൊതിയുന്നത് ടൈപ്പ് വേറെ ആരും അങ്ങനെ പൊതിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതിയത്. പിന്നെ എൻ്റെ ബുക്കിൻ്റെ പൊതി അങ്ങനെ ഒരുപാട് പെട്ടെന്നൊന്നും ഇളകിപ്പോത്തില്ല കേട്ടോ. കുറച്ച് ലേറ്റായിട്ട് തന്നെ ഇളകിപ്പോത്തുള്ളൂ. അമ്മയാണ് കേട്ടോ എനിക്ക് ബുക്കൊക്കെ പൊതിഞ്ഞ് തരാറ്. പിന്നെ എനിക്ക് ബുക്ക് പൊതിയാൻ വലിയ ഇഷ്ടമായിരുന്നു. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ വരെ ഞാൻ അമ്മയും കൊണ്ട് പൊതിപ്പിക്കത്തോളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ പൊതിയാൻ പഠിച്ചു. എനിക്ക് ഇതുപോലുള്ള ക്രാഫ്റ്റും ഇങ്ങനെ ബുക്ക് പൊതിയലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ആയാലും അനിയത്തിയുടെ ആയാലും ഞാൻ തന്നെയായിരുന്നു കേട്ടോ പൊതിഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ രണ്ട് സൈഡും നമ്മളിത് മടക്കി വെച്ചിട്ട് ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ബൈൻഡ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടത്തേക്ക് ഇങ്ങനെ മടക്കി ഇതുപോലെ നല്ല അമർത്തി പേപ്പർ ഇങ്ങനെ ഇതാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ നല്ല അമർത്തി രണ്ട് സൈഡും ഇതുപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തുള്ളി പോലും വെളിയിലോട്ട് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് പേപ്പർ ഇരിക്കുന്നില്ല. ആ പേജിനോട് ചേർന്ന് തന്നെ നമ്മുടെ പൊതിയും വന്നിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പേപ്പർ ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ലെവൽ പിടിച്ച് മടക്കി വയ്ക്കാത്തത് കാരണം കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ആദ്യമേ ഇങ്ങനെ കീറി പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ബുക്സൊക്കെ നന്നായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി സൈഡ് ഭാഗം നമുക്ക് അകത്തേക്ക് മടക്കി വെക്കാനുള്ളിടം എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ കോർണർ മാത്രം ഒന്ന് വെട്ടി കൊടുക്കുക. ചില ടെക്സ്റ്റിനാണെങ്കിൽ കുറച്ച് കട്ടി കാണും. അപ്പോൾ അതിൻ്റെ ഇതനുസരിച്ച് നമ്മൾ വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെ വെച്ചാൽ വെട്ടണ്ടേ, എവിടെ വെച്ചാൽ മുറിക്കണ്ടേന്ന് നമുക്കറിയാൻ പറ്റും. അതിനാണ് നമ്മളിങ്ങനെ മടക്കി വെക്കുക. ഇനി നമുക്ക് മടക്കി വെച്ച ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേസ്റ്റേജ് വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ അപ്പുറത്തെ പോർഷനിലൊന്നും നമുക്ക് പേപ്പർ വേസ്റ്റാക്കി കളയേണ്ടി വരത്തില്ല. അപ്പോൾ ഇതൊന്ന് വെട്ടിക്കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കാവേ. ഇതിപ്പം ടെക്സ്റ്റിൻ്റെ കറക്റ്റ് അളവിന് തന്നെ ഷീറ്റ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര പേപ്പർ വേസ്റ്റ് ആക്കാതെ എടുക്കാൻ പറ്റിയത്. സാധാരണ നമ്മൾ ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയുമ്പോൾ നമ്മൾ അതിൻ്റെ അളവിനായിരിക്കുമല്ലോ പേപ്പർ വെട്ടിയെടുക്കുക. പിന്നെ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്തായാലും ബുക്ക് തീരുമ്പം നമ്മൾ ബുക്ക് മാറ്റും. അപ്പം പിന്നെ വേറെ പൊതി ഇടേണ്ടി വരും. ഇതിപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇതൊരുപാട് ടൈം നിൽക്കും കേട്ടോ. ഒരു അക്കാദമിക് ഇയർ കഴിയുന്നേരം വരെ ആ ഒരു ബുക്ക് ആയിരിക്കുമല്ലോ കുഞ്ഞു പിള്ളേർക്കൊക്കെ വരുന്നത്. അന്നേരം അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വേഗം ബുക്കൊക്കെ ചീത്തയാവാനും ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഇങ്ങനെ ഈ മോഡലിലൊന്ന് പൊതിഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കുള്ളിലേക്ക് മടക്കാനുള്ള പോർഷനായിരുന്നു കേട്ടോ. ഇതിന് ജസ്റ്റ് നമ്മൾ കത്രിക വെച്ച് തന്നെ അത് ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, അപ്പം നമുക്ക് അടിയിലുള്ളത് അകത്തേക്ക് ആ ബൈൻഡിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാനൊരു സ്പേസ് കിട്ടും. അപ്പം
ബുക്ക് ആ പൊതി ബുക്കിനോട് ചേർന്ന് നല്ല സെക്യൂറായിട്ട് ഇരുന്നോളും. അങ്ങനെ നമുക്ക് സ്റ്റാപ്ലർ അടിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇളകിപ്പോത്തില്ല. അല്ലാതെ നമ്മൾ സാധാ ചെയ്യുന്ന ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അകത്തോട്ട് മടക്കി വെക്കാനൊന്നുമില്ല. മൊത്തത്തിൽ നമ്മൾ അങ്ങനെ മടക്കി അങ്ങ് വെക്കുകയാണ്. അപ്പം അവിടെ ഒന്ന് സ്റ്റാപ്ലർ ഒന്ന് ഇളകി കഴിഞ്ഞാലും പൊതി മൊത്തത്തിൽ കീറിപ്പോവാനും ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആകുമ്പോൾ ഉണ്ടോ, ഞാൻ സ്റ്റാപ്ലർ അടിക്കാതെ തന്നെ അവിടെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 4 സൈഡ്, ബാക്കിയുള്ള 3 സൈഡ് കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതും സെയിം ബാക്കി ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് ആ തുമ്പിൻ്റെ ഭാഗം ഞാനൊന്ന് മടക്കുന്നുണ്ട്. അത് നമുക്ക് എവിടെ വരെ കട്ട് ചെയ്യണം എന്നൊരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കറിയണ്ടേ എവിടെ വരെ കിട്ടണ്ടേന്ന്. അല്ലാതെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ തുമ്പും കൂടെ നമ്മൾ വെട്ടിക്കളയും. അപ്പോൾ ഞാൻ കറക്റ്റിന് നോക്കിയിട്ട് ഇതുപോലെ വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഇതൊന്നും അവിടെ ഇവിടെയൊന്നും ഇരിക്കത്തില്ല. നമ്മൾ എന്തായാലും ബുക്ക് പൊതിയാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഇത്തിരി വൃത്തിയോട് ഇച്ചിരിയും കൂടി സമയം എടുത്തിട്ട് നന്നായിട്ട് പൊതിയുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഇരിക്കും. എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തിക്ക് ചെയ്യണം എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ ഒരു അല്പസമയം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് അത് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ചിലരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ബുക്ക് പൊതിഞ്ഞ് കാട്ടിക്കൂട്ടി അവിടെ എവിടെയൊക്കെ സ്റ്റാപ്ലർ ഒടിച്ച് വെച്ചിട്ട് പോകുന്നത് കാണാറുണ്ട്. അപ്പം ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഈ സൈഡും കൂടെ ഉള്ളൂ കേട്ടോ ഇനി മടക്കി നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് അളവെടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന് സ്റ്റാപ്ലർ അടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് ഇളകി പോയില്ല എൻ്റെ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡ് കൂടെ ഉണ്ട് കേട്ടോ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ പോർഷനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഒരു പ്രശ്നമില്ല, അതിന് ഇളകി പോകുന്നത് നിങ്ങൾ പേടിക്കേ വേണ്ട. ഇനി ഈ ഒരു സൈഡും കൂടെ നമുക്ക് മടക്കി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പം നമുക്ക് മനസ്സിലായി എവിടെ വരെയാണ് കട്ട് ചെയ്ത് കളയേണ്ടതെന്ന്. അതിൻ്റെ തുമ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുക, സൂക്ഷിച്ച് കട്ട് ചെയ്യുക. അതിൻ്റെ തുമ്പ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലുക്കേ മൊത്തത്തിൽ പോവും. അപ്പം ഇതിന് ജസ്റ്റ് നമുക്കൊന്ന് മടക്കി വയ്ക്കാം. അതിൻ്റെ നീളം അത്രയും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ പേപ്പർ കുറച്ചൊന്ന് കട്ട് ചെയ്ത് നീളം കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് അമർത്തി തന്നെ മടക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ അമർത്തി തന്നെ മടക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ബുക്ക് ഉണ്ടോ നല്ലൊരു ലുക്കായിട്ടുണ്ട്. നമ്മൾ ബുക്ക് പൊതിഞ്ഞെടുത്തത് ഒരുപാട് എവിടെയും ഇങ്ങനെ ബൾജ് ചെയ്ത് നിപ്പോ അങ്ങനെയൊന്നുമില്ല. എക്സ്ട്രാ പേപ്പർ വെളിയിലോട്ട് കിടക്കുകയോ അതൊന്നും ഇല്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ പൊതി ഇട്ടെന്ന് പോലും നമുക്കറിയാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ ഇങ്ങനെ കേട്ടോ പൊതിയുന്നത്. നേരത്തെ തൊട്ടേ അമ്മ എനിക്ക് ഇങ്ങനെയാണ് പൊതിഞ്ഞ് തരിക. അപ്പോൾ ഇനി നിങ്ങൾ ബുക്കൊന്ന് പൊതിയുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് പൊതിഞ്ഞ് നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ ഇങ്ങനെ പൊതിയുമ്പോൾ. ഇപ്പോൾ കുട്ടികൾക്കായാലും ഈ വീഡിയോ കണ്ടാൽ അവർക്ക് തനിയെ പൊതിയാവുന്ന രീതിയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ സ്കൂൾ തുറക്കാറായി, എല്ലാവരും ബുക്കും പുസ്തകമൊക്കെ പൊതിയുന്ന തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ എന്തായാലും ചിലർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.